ഈ ബജറ്റിനെ ഞാൻ എതിർക്കുന്നു. സാർ, ഇവിടെ എനിക്ക് തൊട്ടു മുമ്പ് സംസാരിച്ച സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതുപോലെ കാർഷിക മേഖലയ്ക്ക് പോലും പ്രയോജനം കിട്ടാത്ത ഒരു ബഡ്ജറ്റ്. അദ്ദേഹം അവസാനം അതിനോട് ചെറുതായിട്ടെങ്കിലും യോജിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. അദ്ദേഹം പറഞ്ഞു 10 രൂപയെങ്കിലും കൂട്ടിയല്ലോ. 10 രൂപ കൂട്ടിയത് കൃഷിക്കാരെ ഇതിൽ പരം കളിയാക്കാനില്ലായിരുന്നു എന്നുള്ളത്, ഇതിൽ പരം കൃഷിക്കാരെ അപമാനിക്കാനില്ലായിരുന്നു എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. സാർ, 10 രൂപ കൂട്ടിയിട്ടെന്ന് മാർക്കറ്റിൽ 160 രൂപ വിലയുള്ളപ്പം ഈ 10 രൂപ കൂട്ടിയ കൃഷിക്കാരൻ ആരും ഇതിൻ്റെ പുറകെ പോയില്ല. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നേതൃത്വം നൽകിയ UDF ഗവൺമെൻറ് സമയത്ത് വിലസരിതാ ഫണ്ട് റബ്ബറിന് കൊണ്ടുവന്നത് KM മാണി സാർ ഉൾപ്പെടെ, PK കുഞ്ഞാലിക്കുട്ടി സാബി അടക്കം, PJ ജോസഫ് സാർ ഉൾപ്പെടെ UDF കൊണ്ടുവന്നത് റബ്ബറിന് 70 രൂപ 80 രൂപ ഉള്ളപ്പോഴാണ്. ആ സമയത്ത് 180 രൂപ എന്ന് പറഞ്ഞാൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഖജനാവിൽ നിന്ന് 70 രൂപ 80 രൂപ നഷ്ടം വരികയാണ്. ഇപ്പം ഇവിടെ ഒരു നഷ്ടവും വരുന്നില്ല. ഇത് വളരെ തന്ത്രപൂർവ്വം ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു അഭ്യാസം കാണിച്ചു എന്നതിനപ്പുറത്ത് റബ്ബർ കർഷകന് ഒരു ഉപകാരവും കിട്ടാത്ത നടപടിയാണ് ഈ ബഡ്ജറ്റിലൂടെ ഉണ്ടായത് എന്ന് തുറന്നു പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. സാർ, ഒറ്റ കാര്യം ചെയ്താൽ മതി. LDF പറഞ്ഞ ഒരു വാഗ്ദാനമുണ്ട്. LDF പറഞ്ഞത് LDF അധികാരത്തിൽ വന്നാൽ റബ്ബറിന് 250 രൂപ കൊടുക്കും. ആ 250 രൂപ കൊടുത്താൽ മതി. ആ 250 രൂപ കൊടുക്കുകയാണെങ്കിൽ 70 രൂപയുള്ളൂ. UDFിൻ്റെ സമയത്ത് പോയതുപോലെ 70 രൂപയെ ഗവൺമെൻറ് നഷ്ടപ്പെടുന്നുള്ളൂ. ആ 250 കൊടുക്കാനുള്ള ഒരു ആത്മാർത്ഥത ഗവൺമെൻറ് കാണിക്കണം. അതിന് തയ്യാറാകണമെന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. സാർ, ഇവിടെ കാർഷിക മേഖലയ്ക്ക് വേണ്ടി ഈ ബഡ്ജറ്റിൽ മാറ്റിവെച്ചിരിക്കുന്ന എത്ര രൂപയാണ്? 1868 കോടി രൂപയാണ്. സാർ, അതുകൊണ്ട് കാർഷിക മേഖലയുടെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയൂ? ഇന്ന് നേരിടുന്ന ഗുരുതരമായ പ്രതിസന്ധിയുടെ മുമ്പിൽ ഈ തുക വളരെ അപര്യാപ്തമാണ്. സത്യത്തിൽ ഈ ബഡ്ജറ്റ് കാർഷിക മേഖലയെ അവഗണിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി വളരെ കാര്യമായി കാർഷിക മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശ്രമിക്കുന്നത് ഞങ്ങൾ കാണുന്നുണ്ട്. ബഹുമാനനായ ഭക്ഷ്യവകുപ്പ് മന്ത്രി അദ്ദേഹം സിവിൽ സപ്ലൈസിന്റെ ഭാഗത്തായി നിന്നുകൊണ്ട് നെൽകർഷകരെ സഹായിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ധനകാര്യ വകുപ്പ് പണം കൊടുക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും സാർ? ധനകാര്യ വകുപ്പ് പണം കൊടുക്കാത്തത് ഇന്ന് കേരളത്തിൽ ചർച്ചാ വിഷയമല്ലേ? നെല്ല് സംഭരണം കേരളത്തിൽ പരിപൂർണമായിട്ടും പരാജയപ്പെട്ടു. രാവിലെ നാളികേര സംഭരണത്തിന്റെ കാര്യം അടിയന്തര പ്രമേയത്തിലൂടെ ചർച്ച ചെയ്തു. ശ്രീ കുർക്കുളി മൊയ്തീനിലൂടെ കൊണ്ടുവന്ന പ്രമേയത്തിൽ നെല്ല് സംഭരണം അതുതന്നെയാണ്. നെല്ല് സംഭരണത്തിന്റെ കാര്യത്തിൽ ഈ ബഡ്ജറ്റിലൂടെ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകും എന്ന് നെൽകർഷകർ പ്രതീക്ഷിച്ചു. ഒരു പരിഹാരം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, നെൽകർഷകരെയും ഈ ബഡ്ജറ്റ് അവഗണിച്ചിരിക്കുകയാണ്. സർ, ഇത്തരം പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കുവാൻ ഇനിയെങ്കിലും ഗവൺമെന്റ് മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. സാർ, ഇവിടെ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചു ഇത് ക്ഷേമ ബഡ്ജറ്റാണ്. ഇത് സാർ, ഈ എല്ലാ ക്ഷേമ പദ്ധതികളെയും തകർത്ത ബഡ്ജറ്റാണ്. 5000 കോടി രൂപ കഴിഞ്ഞ പ്രാവശ്യം പാവങ്ങളുടെ പോക്കറ്റ് അടിച്ച് ഗവൺമെന്റ് ധനസമാഹരണം നടത്തി, എല്ലാ നികുതിയും കൂട്ടി. എന്നിട്ട് ഇപ്പോൾ കൊടുക്കുന്ന എന്താണ്? പെൻഷൻ പോലും ഇല്ല. സർ, ഉമാ തോമസിനോട് ചൂണ്ടിക്കാണിച്ചു KSRTC പെൻഷൻ മുടങ്ങിക്കിടക്കുന്ന കാര്യം. കഴിഞ്ഞ 3 മാസമായി KSRTCയിലെ പെൻഷൻ മുടങ്ങിക്കിടക്കുകയാണ്. KSRTCയിലെ പാവപ്പെട്ട എന്തുമാത്രം ആളുകളാണ് വിഷമിക്കുന്നത്. ആ പെൻഷൻ കൊടുക്കാൻ ഈ ഗവൺമെന്റ് ഒരു മനസാക്ഷി കാണിക്കണ്ടേ? എത്രയോ ആളുകളാണ് ക്ഷേമ പെൻഷൻ കിട്ടാതെ. ഇപ്പം വണ്ടിപ്പെരിയാറിൽ കഴിഞ്ഞ ദിവസം ഒരു പാവപ്പെട്ട അമ്മച്ചി അവിടെ കസേരയിട്ട് റോഡിൽ കയറിയിരിക്കുകയാണ്. മറിയക്കുട്ടി ചേർത്തി വേറെ കിട്ടാത്തവരെ സമരം ചെയ്യുന്നു, കോടതിയിൽ പോകുന്നു. ഇതൊക്കെ കേരളത്തിൽ നിത്യസംഭവങ്ങളായി മാറിയിരിക്കുക. UDF ചെയ്യുന്നതാണോ? UDF ചെയ്യുന്നതല്ലോ. മനുഷ്യർ വിഷമിക്കുമ്പോൾ വഴിയിലിറങ്ങുകയാണ്. കാട്ടാനയും മൃഗങ്ങളും എല്ലാം ഇവിടെ വന്യമൃഗങ്ങളുടെ ശല്യം ആളുകളെ ഉപദ്രവിച്ചുകൊണ്ട് വരുന്നു എന്നുള്ള ഒരു ഭാഗത്ത്, ഗവൺമെന്റ് പൈസ കൊടുക്കാത്തത് കൊണ്ട് പാവപ്പെട്ട മനുഷ്യൻ റോഡിലിറങ്ങുകയാണ്. കുടിശ്ശിക ഇപ്പൊ 3 മാസത്തെ കുടിശ്ശിക ആദ്യം കൊടുക്കുന്നില്ലല്ലോ. ആദ്യം അത് കൊടുക്കണ്ടേ? 6 മാസത്തെ കുടിശ്ശിക കിടക്കുമ്പോഴത്തേക്കും പഴയ കണക്കം പറഞ്ഞു വരികയാണ്. എന്തെങ്കിലും ന്യായമുണ്ട്? 8-9 വർഷം മുമ്പുള്ള കാര്യം പറഞ്ഞു. 8 വർഷമായിട്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണ്. അങ്ങ് അത് മനസ്സിലാക്കണം. 8 വർഷത്തെ കുടിശ്ശികയുടെ കാര്യം പറയണമെന്ന് ചോദിക്കുമ്പം അതിന് മുമ്പുള്ള പഴയകാലത്തെ ചരിത്രം മുഴുവൻ പറയുകയാണ്. സാർ, അത് ഈ സംസ്ഥാനത്ത് ഇതുപോലെയുള്ള എത്രയോ പ്രശ്നങ്ങളാണ്. സാർ, നോൺ ജേർണലിസ്റ്റ് പെൻഷൻ കഴിഞ്ഞ പ്രാവശ്യം ബഹുമാനപ്പെട്ട മന്ത്രി 6500 രൂപയിൽ നിന്ന് 7000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. ആ 7000 രൂപ 500 രൂപ ഒരു കൂടുതൽ. നമ്മുടെ പത്രപ്രവർത്തകരായിട്ടുള്ള നോൺ ജേർണലിസ്റ്റുകൾ എത്രയോ ആളുകൾ മരുന്ന് മേടിക്കാൻ പൈസ ഇല്ലാതെ എല്ലാം വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ സംസ്ഥാന സമ്മേളനം ഇപ്പോൾ കോട്ടയത്ത് നടന്നു. ഞങ്ങളൊക്കെ ആ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഈ 6500 7000 ആക്കിയിട്ട് ഗവൺമെന്റ് ചെയ്ത എന്താണ്? ആ 500 വിട്ടുകുറച്ചു. ഇപ്പോൾ വീണ്ടും പഴയ 6500ലേക്ക് പോയി. കൂട്ടുമെന്ന് കഴിഞ്ഞ ബഡ്ജറ്റ് പറഞ്ഞത് കൂട്ടിയില്ലെന്ന് മാത്രമല്ല, ഇപ്പോൾ അത് കുടിശ്ശിയായിരിക്കുകയാണ്. സാർ, ഈ 6500 ഈ പാവപ്പെട്ട ആളുകളോട് ഈ 500 രൂപയ്ക്ക് വേണ്ടി ദാരിദ്ര്യം കാണിക്കേണ്ട കാര്യമുണ്ടോ? ആ നോൺ ജേർണലിസ്റ്റുകളുടെ പെൻഷൻ 7000 രൂപയാക്കുമെന്ന് കഴിഞ്ഞ പ്രാവശ്യം ധനകാര്യമന്ത്രി പറഞ്ഞ വാഗ്ദാനം ഇപ്രാവശ്യമെങ്കിലും നടപ്പാക്കി കൊടുക്കണം എന്നീ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. സാർ, ഇതുപോലെ എല്ലാ രംഗത്തും കർഷകരുടെ കാര്യം ഞാൻ ആദ്യം സൂചിപ്പിക്കും. കാർഷിക പെൻഷൻ ഉൾപ്പെടെ ഇന്ന് മുടങ്ങിക്കിടക്കുന്നു എന്നുള്ളത് ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇപ്പോൾ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റിന്റെ വലിയ അനാസ്ഥ കൂടെ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സാർ, കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ
ഇന്ന് കാര്യമായ RKVV അടക്കം മൈക്രോ ഇറിഗേഷൻ ഒരുപിടി പദ്ധതികളുണ്ട്. ഇതിലെല്ലാം കേരളത്തിന് കിട്ടേണ്ട വിഹിതം. അപ്പോൾ കേന്ദ്രത്തെ നമ്മളെല്ലാം കുറ്റം പറയുന്നു. കേന്ദ്രം നമുക്ക് അനുവദിച്ചത് ഇവിടെ വിനിയോഗിക്കാൻ പറ്റുന്നില്ലല്ലോ. ഞാൻ കേന്ദ്രത്തെ ന്യായീകരിക്കുകയല്ല. കേന്ദ്രം നമുക്ക് തരുന്ന തുക ഇവിടെ തമിഴ്നാടും കർണാടകവും എല്ലാം കൃത്യമായി അത് വിനിയോഗിക്കുന്ന ബഡ്ജറ്റ് പ്രൊവിഷൻ കറക്റ്റായിട്ട് കൊടുക്കുകയാണ്. ഇവിടെ 5 കോടി 6 കോടി 10 കോടി എന്നൊക്കെ ഒരു പേരിന് പറയും. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നില്ല. സാർ, ഇപ്പോൾ 2 ദിവസമായി ജലജീവൻ മിഷനെ കുറിച്ച് മലയാള മനോരമ പരമ്പര എഴുതിക്കൊണ്ടിരിക്കുകയാണ്. സാർ, ഞാൻ ആ തലക്കെട്ട് വായിക്കുകയാണ്. തലതിരിഞ്ഞ മിഷൻ, ശ്വാസം നിലച്ച് ജലജീവൻ. ആദ്യം കിട്ടിയ കോടികൾ ചെലവഴിച്ച് മത്സരിച്ച് പൈപ്പിട്ടു. ആ പൈപ്പുകളിലൂടെ വെള്ളമൊഴുക്കാൻ ജലസംഭരണിയും ശുദ്ധീകരണശാലയും സ്ഥാപിക്കണമെങ്കിൽ ഇനി പണം വേറെ വേണം. ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് പ്രയോജനം കിട്ടേണ്ട ജലജീവൻ മിഷൻ ആസൂത്രണ വൈകല്യവും അനാവശ്യ ധൃതിയും മൂലം സംസ്ഥാന സർക്കാരിന് വൻ ബാധ്യതയായി മാറുന്നു. ഗ്രാമീണ മേഖലയിലെ എല്ലാ വീടുകളിലും ഈ വർഷം അവസാനത്തോടെ ജലം എത്തിക്കാനുള്ളതായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ഈ പദ്ധതി. പക്ഷേ കേരളത്തിൽ ഇത് പരിപൂർണമായിട്ടും പാളിപ്പോയി. കരാറുകളിലെ ക്രമക്കേടും കൂടിയാകുമ്പോൾ ഇത് പൂർണ്ണമായിട്ട് സ്തംഭനത്തിലാവുന്നു. സാർ, ജോ മൈക്കിൾ മനസ്സിലാക്കുന്നത് പരമ്പര വായിച്ചു. ഞാൻ പറയാം. ഇല്ല, ഇത് ബഹുമാനപ്പെട്ട 1ാം പിണറായി ഗവൺമെന്റിന്റെ സമയത്ത് തുടങ്ങി, കൃഷ്ണൻകുട്ടി മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് തുടങ്ങി, ഇപ്പോൾ കൊണ്ടുപോകാം. അല്ലല്ല, ഇപ്പോൾ അങ്ങ് മനസ്സിലാക്കണം. ഇപ്പൊ 2000 കോടി രൂപ ക്യൂവിൽ നിൽക്കുകയാണ്, കുടിശ്ശികയാണ്. 2000 കോടി രൂപ കുടിശ്ശിക നിൽക്കുമ്പോൾ ഈ പദ്ധതി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? ഇപ്പോൾ പൈപ്പ് മേടിക്കാൻ കാശില്ല, പൈപ്പിന്റെ പണം കൊടുത്തു നൽകാൻ കഴിയുന്നില്ല. ഈ പദ്ധതി തന്നെ പ്രതിസന്ധിയിലാവുന്നു. ഗവൺമെന്റിന്റെ പിടിപ്പുകേടാണ് ഇവിടെ പുറത്തു വരുന്നത്. സാർ, അതുപോലെ തന്നെ PWDയിൽ കോടിക്കണക്കിന് രൂപ. ഇപ്പൊ ഞാൻ വൈക്കം മണ്ഡലവുമായി ബന്ധിപ്പിക്കുന്ന, കടുത്തുരുത്തിയുമായി ബന്ധിപ്പിക്കുന്ന മുട്ടുചിറയിൽ നിന്ന് ആരംഭിച്ച്, സാർ ഞാൻ നേരത്തെ ഒരു മിനിറ്റ്, മുട്ടുചിറയിൽ നിന്ന് ആരംഭിച്ച് കടുത്തുരുത്തി മണ്ഡലത്തിൽ വൈക്കം മണ്ഡലം വഴി വന്നു ചേരുന്ന ഞങ്ങളുടെ പ്രധാനപ്പെട്ട റോഡുണ്ട്. അവിടെ കോടിക്കണക്കിന് രൂപ, 100 കോടിയിലധികം രൂപ വരുന്നതാണ്. മുട്ടിച്ചിറ, ആയാങ്കുടി, എഴുമാന്തുരത്ത്, വെള്ളൂർ, മുളക്കുളത്ത് വരുന്ന റോഡ്. വൈക്കം MLA ഞാൻ കടുത്തുരുത്തി 2 മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന റോഡാണ്. വർക്ക് നിർത്തിവെച്ചിരിക്കുകയാണ്. സാർ, കടുത്തുരുത്തിയും പിറവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡ്, കടുത്തുരുത്തി പിറവും റോഡ് നിർത്തിവെച്ചിരിക്കുകയാണ്. PWDയിൽ കോടിക്കണക്കിന് രൂപ കുടിശ്ശിക കരാറുകാർക്ക് കൊടുക്കാത്തതിന്റെ പേരിൽ വർക്കുകൾ നിർത്തിവെക്കാൻ കരാറുകാർ നിർബന്ധിതരായിരിക്കുന്നു. സാർ, ഇങ്ങനത്തെ ഒരു അവസ്ഥ, ഇത് പരിഹരിക്കപ്പെടാൻ സംസ്ഥാന ഗവൺമെന്റ് ബഡ്ജറ്റിലൂടെ ആവശ്യമായ സപ്പോർട്ട് കൊടുക്കണ്ടേ? സാർ, ഞാൻ ചുരുക്കുന്നു. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ ബഡ്ജറ്റ് പ്രൊവിഷൻ കൊടുക്കുന്നതിന്, പണം റിലീസ് ചെയ്യുന്നതിന് ഗവൺമെന്റ് തയ്യാറായെങ്കിൽ മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ഇത് വികസന സ്തംഭനം ഉണ്ടാക്കുന്ന ബഡ്ജറ്റായി മാറിയിരിക്കുന്നു. ഈ ബഡ്ജറ്റിനെ ശക്തമായി ഞാൻ എതിർക്കുന്നു.